ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും നമ്മുടെ സുവോളജി റെക്കോർഡ് കംപ്ലീറ്റിങ്ങിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നതെന്ന് അറിയാം. കുറേയധികം സംഭവങ്ങളൊക്കെ ആയിട്ട് ആകപ്പാട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ സുവോളജിയുടെ റെക്കോർഡൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ആ സീരീസ് പോലെ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരച്ച് നിർത്തിയിരുന്നത് രോഹു വരെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫ്രോഗാണ് കേട്ടോ. അപ്പോൾ ഫ്രോഗ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതി കൊടുക്കുന്നത് അതിൻ്റെ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടേഴ്സ്, പിന്നെ അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, അഡാപ്റ്റേഷൻസ്, അങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ. സോ അതെല്ലാം തന്നെ ഫസ്റ്റ് തന്നെ ഫ്രോഗിനെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അത് അണ്ടർലൈനൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഫ്രോഗ് വരയ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലാബ് മാനുവലിലുള്ള പടം തന്നെ നോക്കിയിട്ട് തന്നെയാണ് വരയ്ക്കാമെന്ന് വെച്ചത്. ആ ഒരു പടം നോക്കിയിട്ട് തന്നെയായിരുന്നു വരയ്ക്കുന്നുണ്ടായിരുന്നത്. പിന്നെ സൈഡിൽ മറ്റേ കിങ്ഡം, ഫൈലം അതെല്ലാം നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ സിമ്പിളായിട്ടൊക്കെ ഒരുവിധം വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പിക്ചറായിരുന്നു. പിന്നെ നമ്മുടെ ബോട്ടണിയുടെ റെക്കോർഡ് വരയ്ക്കുന്നതിൻ്റെ സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ റെക്കോർഡ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വരച്ചേക്കുന്ന എല്ലാം കറക്റ്റാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, അതെല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞ് എനിക്കത് സൈനൊക്കെ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, എൻ്റെ റെക്കോർഡ് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രോഗൊക്കെ വരച്ചതിന് ശേഷം അതെല്ലാം അടയാളപ്പെടുത്തുന്ന സംഭവമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അത് നമ്മൾ പിന്നെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ PDF നോക്കിയിട്ടായിരുന്നു. അപ്പോൾ PDF നോക്കിയിട്ട് അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത് ഗാർഡൻ ലിസാർഡാണ്. അപ്പം ഗാർഡൻ ലിസാർഡിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇല്ല കുരുകുരാന്നുള്ളൊരു അങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കേണ്ട ഒരു ടൈപ്പ് പടമായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടേഴ്സ്, പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, ആ സംഭവങ്ങൾ അതെല്ലാം എഴുതിയതിന് ശേഷം കിങ്ഡവും ഫൈലവും സംഭവങ്ങളെല്ലാം എഴുതി കൊടുത്തതിന് ശേഷം നമ്മളാണെങ്കിൽ നെക്സ്റ്റ് അത് വരയ്ക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ എല്ലാ പടവും വരയ്ക്കുമ്പോഴും ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിൻ്റേതായ രീതിക്ക് ഒരു ചെറിയ ഔട്ട്ലൈൻ പോലെ ഫസ്റ്റിലേക്ക് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആ ഔട്ട്ലൈനിൽ കറക്റ്റ് ആ ഒരു പിക്ചറുമായിട്ട് എന്തൊക്കെ വ്യത്യാസമാണോ വരുത്തേണ്ടത് അതെല്ലാം ഇങ്ങനെ വരച്ച് കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചതിന് ശേഷമാണ് പിന്നെ അതിനകത്തുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ നോർമലി അങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വരച്ച് കഴിയുമ്പോഴത്തേക്കും കൈഭാഗം ഞാൻ വരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ പിന്നാണ് വരച്ചെടുത്തത്. അപ്പോൾ പിന്നെ അതിൻ്റെ ലേബലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നു നമ്മുടെ പീജൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ പീജണിലാണെന്നുണ്ടെങ്കിൽ പീജണിൻ്റെ പടം ആക്ച്വലി എനിക്ക് സുവോളജിയുടെ റെക്കോർഡ് വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അത്യാവശ്യം എളുപ്പമായിരുന്നു വരയ്ക്കാനായിട്ട് മൊത്തത്തിൽ. അപ്പം പീജൻ്റെ പടം അത്യാവശ്യം എളുപ്പമായിരുന്നു. അപ്പോൾ അതിൻ്റെത് നമുക്ക് എഴുതി കൊടുക്കാനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ എഴുതി കൊടുത്തു. കിങ്ഡം, ഫൈലം, ക്ലാസ് അതെല്ലാം എഴുതി കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ആക്ച്വലി നല്ല രസമാണ് വരയ്ക്കാനായിട്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ റെക്കോർഡിൻ്റെ ബാലൻസ് പാർട്ട് മൊത്തം, അതായത് രോഹുവിന് ശേഷമുള്ള പാർട്ട് മൊത്തവും ഞാൻ ഒരു ഡേ കൊണ്ടാണ് വരച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം, അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതിൻ്റെ ലേബലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ വരയ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള നമ്മുടെ റാബിറ്റാണ്. അപ്പോൾ റാബിറ്റൂടെ കഴിയുമ്പോൾ ആ ഒരു സെക്ഷൻ ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് വെർട്ടിബ്രേറ്റ്സിൻ്റെ സെക്ഷൻ ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിൻ്റെതും എഴുതി കൊടുക്കാനുള്ളതെല്ലാം എഴുതി കൊടുത്തിട്ട് നമ്മൾ വരയ്ക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെതും ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ ഔട്ട്ലൈനൊക്കെ വരച്ചിട്ട് അങ്ങനെ തന്നെയാണ് നോർമലി ഞാൻ എല്ലാത്തിനും ചെയ്യുന്നത് പോലെ തന്നെയാണ് അതിനും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാം ഒറ്റ ദിവസം വരയ്ക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു തിങ്കളാഴ്ച റെക്കോർഡ് കൊടുക്കണമായിരുന്നുണ്ടെങ്കിൽ ആ ഒരു ഞായറാഴ്ച ഫുൾ ഡേ ഇരുന്നിട്ട് ഞാൻ ഈ റെക്കോർഡ് മൊത്തം കംപ്ലീറ്റ് ആക്കുന്ന പരിപാടിയിലായിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നുണ്ടായിരുന്ന ഹെഡിങ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഫിസിയോളജി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ മോഡൽസ് ഓഫ് ഹ്യൂമൻ ഓർഗൻസ് അതായിരുന്നു ആ ഒരു ഹെഡിങ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഹേർട്ടും പിന്നെ കിഡ്നി, ബ്രെയിനൊക്കെ ആയിരുന്നു വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ വരയ്ക്കുന്ന റെക്കോർഡിൽ ഞാൻ ഐയും ഇയറും യൂറിനറി സിസ്റ്റവും വരയ്ക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ അതിൻ്റെ മോഡൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളോട് ടീച്ചർ വരയ്ക്കേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതിൻ്റെത് ബോക്സിലായിട്ടായിരുന്നു ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സ്, ഓരോ പാർട്ടിൻ്റെയും ഫീച്ചേഴ്സ് വരുന്നുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹേർട്ടിൻ്റെ ഒന്നും ഞാൻ തികയൊന്നും വിചാരിച്ചില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്താണ് എനിക്ക് ആ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് അങ്ങനെ തികഞ്ഞ് കിട്ടിയത്. പിന്നെ നമുക്ക് ഹേർട്ട് ഇങ്ങനെ വരയ്ക്കാനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ജസ്റ്റ് വേറൊന്നും നമുക്ക് എഴുതാനില്ലല്ലോ. സോ ഹേർട്ട് എന്നുള്ള മെയിൻ ഹെഡിങ് കൊടുക്കുക, വരയ്ക്കുക, പിന്നെ എല്ലാം ഒന്ന് ലേബൽ ചെയ്യുക, അത്രയും സംഭവങ്ങളേ ഉള്ളായിരുന്നു.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ സ്കൂളിൽ മോഡൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വരയ്ക്കാത്തതെന്ന്. പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ മോഡലുണ്ട്, നിങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരയ്ക്കാം. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സിൽ ഞാനേ ഉള്ളായിരുന്നു ലാസ്റ്റ് വരച്ച് തീർത്തത്. അതുകൊണ്ട് ഞാനേ ഉള്ളൂ വരയ്ക്കാത്തതെന്ന് തോന്നുന്നു. കുറേ പേരൊക്കെ ഐയും ഇയറും ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിഡ്നി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കിഡ്നിയുടേതും ഇതുപോലെ ഓരോ പാർട്ട് എഴുതി അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുന്ന അങ്ങനെ ബോക്സ് തന്നെ ആയിരുന്നു കിഡ്നിക്കും ബ്രെയിനും ഉണ്ടായിരുന്നത്. അപ്പം ആദ്യം കിഡ്നിയുടെ ആയിരുന്നല്ലോ നമുക്ക് സെക്കൻഡായിട്ട് വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ കിഡ്നിയുടെതെല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ അത് വരയ്ക്കാനിരുന്നു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ് ഏത് വരയ്ക്കണം, ലാബ് മാനുവലിൽ വരയ്ക്കണോ പിന്നെ PDF വരയ്ക്കണോ. പിന്നെ ഞാൻ PDF വരയ്ക്കാമെന്നുള്ളത് ഫിക്സ് ചെയ്തു. എന്നിട്ട് PDF ആ ഒരു സ്ട്രക്ചർ നോക്കിയിട്ട് അതുപോലെയൊക്കെ തന്നെയാണ് ഞാൻ വരച്ചത് കേട്ടോ. ബോട്ടണിയുടെ റെക്കോർഡ് ഞാൻ വരച്ചതുപോലെ തന്നെ ആ ഒരു കറക്റ്റ് ഓർഡർ അതെല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷേ സുവോളജിയിൽ ഞാൻ മോഡൽ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റേ 3 സംഭവങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വരയ്ക്കണം കേട്ടോ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കിഡ്നിയും ഒരുവിധം കിഡ്നിയൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കിഡ്നിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. എങ്കിലും ഒരുവിധം വരച്ച് ലേബലൊക്കെ ചെയ്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ ബ്രെയിൻ ആയിരുന്നല്ലോ. അപ്പോൾ ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എഴുതി കൊടുക്കാനുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ ഫസ്റ്റ് ആ ബോക്സ് വരച്ചിട്ട് എഴുതി കൊടുത്തു. അത് തന്നെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആണെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലാബ് മാനുവലിൽ കിടക്കുന്ന ബ്രെയിൻ വരയ്ക്കണോ അതോ ആ ഒരു PDF ബ്രെയിൻ വരയ്ക്കണോ എന്ന് ഇവിടെയും കൺഫ്യൂഷനായിരുന്നു. പിന്നെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ബ്രെയിൻ ആണെങ്കിൽ PDF കിടന്നു. അപ്പോൾ അത് നമുക്ക് നേരത്തെ വരച്ചിങ്ങനെ അറിയാവുന്നതുകൊണ്ട് അത് തന്നെ വരയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് അത് തന്നെ വരയ്ക്കാമെന്ന് വെച്ച് അത് തന്നെ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ബ്രെയിൻ വരയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ്. പിന്നെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഷെയ്ഡിങ്ങും സംഭവങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ബ്രെയിൻ സെറ്റായി കിട്ടും. പിന്നെ അതിൻ്റെ ലേബലിങ്ങും ആണ് നമ്മൾ ചെയ്യുന്നുള്ളത്. ഞാൻ ആക്ച്വലി റെക്കോർഡ് മൊത്തം ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പല പാർട്ടായിട്ടായിരിക്കും വീഡിയോസ് ഇടുന്നുണ്ടായിരിക്കുക. അതേ ഉള്ളൂ. കാരണം സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെ തലേന്നത്തെ ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റെക്കോർഡ് കംപ്ലീറ്റ് ആക്കുന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ക്ലോക്കിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും പല ടൈം കാണിക്കുന്നുണ്ട്. അതൊക്കെ ഓരോ സമയത്തിരുന്ന് വരയ്ക്കുന്നതിൻ്റെയാണ്. അപ്പോൾ ഇതെല്ലാം ഫിസിയോളജി എല്ലാം നമ്മുടെ ആ ഒരു ബ്രെയിനോട് കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ഹെഡിങ് ഓസ്റ്റിയോളജി ആണ്. അപ്പോൾ ഓസ്റ്റിയോളജിയിൽ ഫസ്റ്റ് വരുന്നത് ഹ്യൂമൻ സ്കെലിറ്റൺ ആയിരുന്നു കേട്ടോ. അപ്പം ഓസ്റ്റിയോളജി എന്നുള്ളൊരു ഹെഡിങ്ങും കൊടുത്ത് ഹ്യൂമൻ സ്കെലിറ്റൺ എന്ന് കൊടുത്തിട്ട് ഞാൻ ഹ്യൂമൻ സ്കെലിറ്റൺ വരയ്ക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ഈ ഹ്യൂമൻ സ്കെലിറ്റണിനകത്താണെങ്കിൽ എൻ്റെ സ്കള്ള് മാത്രം എത്ര വരച്ചിട്ട് റെഡി ആവുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരച്ചിട്ട് പിന്നെ അങ്ങനെ ഓരോരോ പാർട്സായിട്ട് താഴോട്ട് ഇങ്ങനെ വരച്ച് വരികയാണ്. എൻ്റെതൊക്കെ എങ്ങനെയൊക്കെയോ ആയിരുന്നു ഇരിക്കുന്നത്. ഞാൻ പിന്നെ വലിയ വൃത്തിയൊന്നും നോക്കില്ല. നമുക്ക് നാളെ കൊടുക്കേണ്ട സാധനം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരച്ചെടുത്ത് അതിൻ്റെ ലേബിൾ ചെയ്യേണ്ട സംഭവങ്ങളെല്ലാം ലേബിൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ സ്കെലിറ്റൺ വരച്ച് കഴിഞ്ഞതോടെ നമ്മുടെ ഈ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. നെക്സ്റ്റ് പാർട്ടിനായിട്ട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ.